ഹനിക്കുന്ന ക്യാമറകൾക്ക് മുന്നറിയിപ്പുമായി കേരള പോലീസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. മനുഷ്യന്റെ ദുഃഖവും മരണവും സമൂഹ മാധ്യമങ്ങളിൽ കാഴ്ചക്കാരെ കൂട്ടാനുള്ള ഉപാധിയാകുന്നു. അനുമതിയില്ലാതെ ദൃശ്യങ്ങൾ പകർത്തിയാൽ നിയമ നടപടിക്ക് കാരണമാകും. സലീംകുമാറിന്റെ സംസ്കാര ചടങ്ങിലെ വിവാദത്തിന് പിന്നാലെയാണ് ഈ പോസ്റ്റ് വരുന്നത്. But hold on, there's a drone in the air. Oh my goodness, the ball has hit the drone. Both are coming down. Wait a minute, he's absolutely smashed that, but hold on, there's a drone in the air. Oh my goodness, the ball has hit the drone. Both are coming down. Wait a minute, he's absolutely... അനന്തകൃഷ്ണൻ ചേരുന്നുണ്ട്. അനന്തൻ, അർത്ഥവത്തായിട്ടുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് കേരള പോലീസിന്റെ ഭാഗത്തു നിന്നും അത് മുന്നറിയിപ്പായി വരുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഇത്രത്തോളം കോലാഹലങ്ങളാണ് കാട്ടിക്കൂട്ടിയത് ഒരു വിഭാഗം. അവിടെ അങ്ങനെ വളരെ ദുഃഖിതനായി നിൽക്കുന്ന സലീംകുമാറിന്റെ മകന് പോലും രോഷത്തോടു കൂടി ആ ഒരു അവസ്ഥയിൽ സമീപത്ത് സംസാരിക്കേണ്ടി വന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. എന്താണ് ഇവിടെ കേരള പോലീസിന്റെ ഈ വിഷയത്തിലെ റോൾ എന്താണ്? ഇപ്പോൾ ഇറക്കിയിരിക്കുന്ന മുന്നറിയിപ്പ് ആ വീഡിയോ തന്നെ കാണുമ്പോൾ ഏകദേശം നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. പ്രതീക്ഷ, ഇന്നലെ നടൻ സലീംകുമാറിന്റെ സംസ്കാര ചടങ്ങിനിടെ ഉണ്ടായ അനിഷ്ടകരമായ സംഭവങ്ങൾ, അദ്ദേഹത്തിന്റെ മകൻ ഏറ്റവും ദുഃഖസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ, അദ്ദേഹം ഏറ്റവും വിഷമകരമായ ഒരു സ്ഥിതിയിലൂടെ കുടുംബം കടന്നു പോകുമ്പോൾ സലീംകുമാറിന്റെ മകന് ആ സമയത്ത് കയർത്ത് സംസാരിക്കേണ്ടി വന്ന ഒരവസ്ഥ, അത് അവിടെ കൂടിയ ഈ മൊബൈൽ ഫോണും പിടിച്ചുകൊണ്ടുള്ള ഒരു കൂട്ടം ആൾക്കാർ തിക്കും തിരക്കും ഉണ്ടാക്കിയതായിരുന്നു. അപ്പോൾ എപ്പോഴും നമ്മൾ കാണാറുള്ളതാണ് സമീപ ദിവസങ്ങളിലൊക്കെ ഈ സന്തോഷം ഉള്ള സമയമായാലും ഒരാൾ ദുഃഖിച്ചിരിക്കുന്ന സമയമായാലും ഒരാൾ വളരെ മോശപ്പെട്ടൊരവസ്ഥയിലൂടെ കടന്നു പോകുന്ന സമയമായാലും അതൊന്നും പരിഗണിക്കാതെ മൊബൈൽ ക്യാമറയും കൊണ്ട് ചിത്രീകരണം നടത്തുന്ന സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റേഴ്സ്, അപ്പോൾ അവരെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇപ്പോൾ ഇന്നലത്തെ സംഭവത്തിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കേരള പോലീസ് ഫേസ്ബുക്കിൽ ഒരു മുന്നറിയിപ്പ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതിലിങ്ങനെയാണ് പറയുന്നത്: മറ്റൊരാളുടെ ജീവിതത്തിലേക്കും സ്വകാര്യതയിലേക്കും മൊബൈൽ ക്യാമറകൾ കൊണ്ടു ചെല്ലുന്നവർ അറിയാനാണ്. മനുഷ്യന്റെ ദുഃഖവും മരണവും നാടിന്റെ പ്രതിസന്ധിയും അപകടങ്ങളും ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ കാഴ്ചക്കാരെ കൂട്ടാനുള്ള ഉപാധികളാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്കുള്ള ഒരു മുന്നറിയിപ്പാണ്. കാരണം ഇങ്ങനെ എപ്പോഴും എല്ലാവരുടെയും ദൃശ്യങ്ങൾ ചിത്രീകരിക്കാനുള്ള അനുമതി ആർക്കുമില്ല. അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് കരുതുകയാണെങ്കിൽ അത് തെറ്റാണ്. IT ആക്ട് 66 ഈ പ്രകാരം അങ്ങനെ സ്വകാര്യത ലംഘിച്ച് ചിത്രീകരണം നടത്തിയാൽ അതിൽ പരാതി വന്നു കഴിഞ്ഞാൽ പോലീസിന് കേസെടുക്കാൻ കഴിയും. മാത്രമല്ല ആ വകുപ്പ് ചുമത്തി കഴിഞ്ഞാൽ 3 വർഷം വരെ തടവ് ശിക്ഷയോ ഒപ്പം തന്നെ 2 ലക്ഷം രൂപ പിഴയും ഒക്കെ ഈടാക്കാൻ പറ്റുന്ന ശിക്ഷാ നടപടികൾക്ക് വിധേയമാകാൻ കഴിയും എന്നുള്ള മുന്നറിയിപ്പാണ്. അപ്പോൾ എല്ലാവരും ഓർക്കുക, എല്ലാവരും ആരെ കണ്ടാലും അപ്പോൾ തന്നെ മൊബൈലും എടുത്ത് അവരുടെ നടപ്പും ഇരിപ്പും എല്ലാം ചിത്രീകരിക്കുമ്പോൾ, അവരുടെ മുഖത്തെ ഭാവങ്ങൾ ചിത്രീകരിക്കുമ്പോൾ അതിൽ അവർക്ക് പരാതി ഉണ്ടെങ്കിൽ അതിനകത്ത് ഉറപ്പായിട്ടും പോലീസിന് കേസെടുക്കാൻ കഴിയും. IT ആക്ട് 66E ചുമത്തി കേസെടുക്കാൻ കഴിയും. അങ്ങനെ കേസെടുത്ത് അത് തെളിയിക്കപ്പെട്ടാൽ 3 വർഷം വരെ തടവും 2 ലക്ഷം രൂപ പിഴയും ഒക്കെ ഒടുക്കേണ്ട വരുന്ന ശിക്ഷ പ്രകാരമുള്ള കുറ്റമാണ്. അപ്പോൾ കേരള പോലീസ് ആ മുന്നറിയിപ്പാണ് ഇപ്പോൾ ഫേസ്ബുക്കിലൂടെ നൽകുന്നത്. അങ്ങനെ എല്ലാവരുടെയും കാര്യത്തിൽ കയറി ഇടപെടാനും എല്ലാവരുടെയും കാര്യങ്ങൾ ചിത്രീകരിച്ച് കണ്ടന്റ് ഉണ്ടാക്കാനും ശ്രമിച്ചാൽ അത് അപകടകരമാണ്. അത് നിയമ നടപടികൾ ഉണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. പ്രജീഷ്.